ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1962. ഇന്ന് മെയ് മാസം 15-ാം തീയതി, 135-ാമത്തെ ദിവസത്തിലെത്തി. മെയ് മാസം 15-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയൊരു പെരുന്നാൾ ദിനമാണ്. മാതാവിൻ്റെ പെരുന്നാളുകൾ വേറെ ഏറെ ഉള്ളതിനാൽ, ഏറെ ആഘോഷിക്കപ്പെടുന്നതിനാൽ ഈ ഒരു പെരുന്നാൾ ദിനം അധികം ആരും അറിയാതെ ഓർക്കാതെ പോകുന്നതാണ്. കതിരുകളെ പ്രതിയുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളാണ്. വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ കുറെ കൂടി നമുക്ക് പരിചയമുള്ളതാണ്. അതാവട്ടെ ജനുവരി മാസം 15-ാം തീയതിയാണ്. ആ വിത്തുകളൊക്കെ കതിരുകളാവണം, കൊയ്യാറാവണം. അതൊരു ഫലസമൃദ്ധിയിലേക്ക്, വളർച്ചയുടെ പരിപൂർണതയിലേക്ക് എത്തുന്നു. അതാണ് മെയ് മാസം 15-ാം തീയതിയുടെ പെരുന്നാളിൻ്റെ പ്രത്യേകത. പരിശുദ്ധ അമ്മമറിയത്തെ ഓർക്കാനും ആ മധ്യസ്ഥതയിൽ അഭയപ്പെടാനുമായിട്ട് സഭ വീണ്ടും ഒരു ദിവസം കൂടെ ക്രമീകരിച്ചു തരികയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം ഏതാണ്ട് അവസാനിക്കുന്നിടത്ത് അമ്മയുടെ ഒരു ആകുലത നിറഞ്ഞ ഒരു ചോദ്യമുണ്ട് പുത്രനോട്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താണ്? നിന്റെ അപ്പനും ഞാനും ഏറെ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മകനോടുള്ള സ്വാതന്ത്ര്യത്തിലാണ് ചോദിച്ചത്, നീ എന്ത് പണിയാണ് ഞങ്ങളോട് കാട്ടിയത്? യെരുശലേമിലെ പെരുന്നാൾ കഴിഞ്ഞ് നീ എന്ത് ഞങ്ങളോട് പറയാതെ, ഞങ്ങളെ അറിയിക്കാതെ ഇവിടെ തന്നെ തങ്ങിയത്? യാത്രക്കാരുടെ കൂടെ നീയും ഉണ്ടാവുമെന്ന് കരുതി ഞങ്ങൾ ഒരു പകൽ ദൂരം മുഴുവൻ യാത്ര ചെയ്തു. അവിടുന്നാണ് തിരക്കി അന്വേഷിച്ച് മടങ്ങിയെത്തിയത്. എന്തുമാത്രം ഉത്കണ്ഠയോടുകൂടി അപ്പനും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. പറഞ്ഞത് ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നിർമ്മലയായ സ്ത്രീയാണ്. ദൈവമാതാവെന്ന വലിയൊരു വിശേഷണം കിട്ടിയ സ്ത്രീയാണ്. ഉത്കണ്ഠയോടുകൂടി അന്വേഷിക്കുകയായിരുന്നത്രേ പുത്രനെ. ഇത്രത്തോളം കാലം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയ നമ്മൾ ഓരോരുത്തരും ഈ പുത്രൻ തമ്പുരാനെ എന്തുമാത്രം ആഗ്രഹത്തോടെ, ആകുലതയോടെ, ഉത്കണ്ഠയോടെ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മളെ ഈ അമ്മ കുറെ കൂടി പാകപ്പെടുത്തുന്നത്. ഒരു യേശു ബോധവും യേശു അന്വേഷണവും ഒക്കെ ആവശ്യമാണ്. സുവിശേഷത്തിലേക്ക് കുറെ കൂടി നമ്മളൊന്ന് ഇഴുകിച്ചേർന്നേ മതിയാവും. സുവിശേഷം നിത്യവും വായിച്ചു പോകുന്ന ഒരു ശീലമൊക്കെ വേണ്ടേ നമ്മളുടെ ജീവിതത്തിൽ? മാതാവിൻ്റെ നല്ല പെരുന്നാൾ ദിനം അത്തരം ചില തീരുമാനങ്ങളുടെ തുടക്കമായി മാറട്ടെ. കുറെ കൂടി ഉത്കണ്ഠയോടുകൂടി, ആകുലതയോടുകൂടി, ആ പ്രയോറിറ്റിയിൽ കുറെ കൂടി മുൻഗണന കൊടുത്തേ മതിയാവും യേശുവിന്. കുറെ കൂടിയല്ല, ഒന്നാമത്തെ ഒരു മുൻഗണനയിലേക്ക് നമുക്ക് യേശു ബോധത്തെ, യേശു സാന്നിധ്യത്തെ, യേശു അവബോധത്തെ എത്തിക്കാം പ്രാർത്ഥനയോടുകൂടി. ആമേൻ.